എന്താണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ്, അതുമായി ബന്ധപ്പെട്ട് ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതായത് എന്താണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ഇത് എന്താണ് റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ഏത് രീതിയിൽ പ്രിപ്പയർ ചെയ്യും, ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് എന്തൊക്കെയാണ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. സോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതെന്ന് പറയുന്നത് പരീക്ഷ വ്യൂ പോയിന്റിലാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, അല്ലെങ്കിൽ എന്താണ് റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, ഇതൊക്കെ കൃത്യമായി നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. പക്ഷേ പരീക്ഷ വ്യൂ പോയിന്റിൽ നമുക്ക് ഇതിന്റെ ഡിഫറൻസുകൾ ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, then വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇങ്ങനെ ഒരുപാട് ഡിഫറൻസുകൾ ചോദിക്കാറുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റുകൾ മാത്രമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ദെൻ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, ഏത് രീതിയിലാണ് നമ്മൾ ഈ പരീക്ഷ അപ്രോച്ച് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് ഒരു 2-3 സെന്റൻസ് എഴുതുക. ഇതുപോലെ തന്നെ എന്താണ് റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടും ഒരു 2-3 സെന്റൻസ് എഴുതുക. ഇത് എഴുതിയതിനു ശേഷം ഫോളോയിങ് ആർ ദ ഇമ്പോർട്ടന്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എഴുതിയിട്ട് ഞാൻ ഈ കാണിച്ചിരിക്കുന്ന പോലെ 2 കോളം ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഒരു സൈഡ് ഇൻകം അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, അല്ലെങ്കിൽ ഒരു സൈഡ് ഇത് ഏത് രീതിയിലാണ് നിങ്ങളുടെ ഇഷ്ടത്തിന് എഴുതാം. ഞാനിപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടും 2 കോളം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് 2 കോളം പ്രൊവൈഡ് ചെയ്യാം. എന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചതും അതുപോലെ നമുക്ക് കിട്ടിയ പുതിയ അറിവുകൾ വെച്ചുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഇതിന്റെ ഡിഫറൻസുകൾ എഴുതാം. ഞാൻ ഏകദേശം ഇവിടെ 6 പോയിന്റ് ആണ് ഡിഫറൻസ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. ഈ 6 പോയിന്റ് എന്താണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തു തരാം. ഞാൻ ആദ്യം എഴുതിയിരിക്കുന്നത് ഫസ്റ്റ് പോയിന്റ് എന്ന് ലൈക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതായത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത് ജസ്റ്റ് ലൈക്ക് എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. നമ്മൾ ഒരു ട്രേഡിംഗ് കൺസേണിൽ പ്രിപ്പയർ ചെയ്യുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഏത് രീതിയിലാണോ പ്രിപ്പയർ ചെയ്യുന്നത്, അതുപോലെയാണ് നമ്മൾ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് കമ്പയർ ചെയ്യുമ്പോൾ നോക്കുമ്പോൾ സമ്മറി ഓഫ് ക്യാഷ് ബുക്ക് എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് സമ്മറി മീൻസ് ടോട്ടൽ എന്നുള്ള മീനിങ് ആണ്. ദാറ്റ് ഈസ് ക്യാഷ് ബുക്കിൽ റെക്കോർഡ് ചെയ്ത എല്ലാ ക്യാഷ് ട്രാൻസാക്ഷൻസും നമ്മൾ റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു അക്കൗണ്ട് ആണ് റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അടുത്തൊരു ഡിഫറൻസ് പറഞ്ഞിരിക്കുന്നത് റെക്കോർഡ്സ് റവന്യൂ ഐറ്റംസ് ഓൺലി. നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലും ഇതുപോലെ തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നത് റവന്യൂ ഐറ്റം മാത്രമാണ്. അപ്പൊ എന്താണ് മറ്റുള്ള ഐറ്റം? ദാറ്റ് ഈസ് നമ്മൾ ഒരു ബിസിനസ് സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് ഐറ്റങ്ങൾ 2 ആയിട്ടാണ് തിരിക്കാറുള്ളത്. ഒന്ന് ക്യാപിറ്റൽ ഐറ്റവും ഒന്ന് റവന്യൂ ഐറ്റവും. കറണ്ട് പീരീഡുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തെങ്കിലും പർച്ചേസ്, ദാറ്റ് ഈസ് നമ്മുടെ മെയിൻ ആക്ടിവിറ്റി എന്താണോ ഈ ആക്ടിവിറ്റിക്ക് വേണ്ടി ചിലവാക്കുന്നതെല്ലാം ആ കറണ്ട് ഇയറിലെ റവന്യൂ ഐറ്റം. ദാറ്റ് ഈസ് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് മുതൽ മുടക്കിയാലും ഇത് റവന്യൂ ഐറ്റം. നേരെ മറിച്ച് ക്യാപിറ്റൽ ഗുഡ്സുകൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ക്യാപിറ്റൽ ഐറ്റം ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യാറ്. സോ നമ്മൾ ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതാത് വർഷത്തെ റവന്യൂ ഐറ്റം മാത്രമേ എടുത്ത് റെക്കോർഡ് ചെയ്യാറുള്ളൂ. എന്നാൽ നേരെ മറിച്ച് റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ആണെങ്കിൽ റവന്യൂ ഐറ്റം ആസ് വെൽ ആസ് ക്യാപിറ്റൽ ഐറ്റം. ദാറ്റ് ഈസ് അവിടെ എന്ന് പറയുന്നത് വേർതിരിവില്ല. റവന്യൂ ഐറ്റം റെക്കോർഡ് ചെയ്യും, ക്യാപിറ്റൽ ഐറ്റം റെക്കോർഡ് ചെയ്യും. രണ്ടും ആ വർഷം നടന്നതാണെന്നുണ്ടെങ്കിൽ രണ്ടും അതിൽ നമ്മൾ റെക്കോർഡ് ചെയ്യും. മൂന്നാമത്തെ ഡിഫറൻസ് പറയുന്നത് ഡെബിറ്റ് എക്സ്പെൻഡിച്ചർ ക്രെഡിറ്റ് ഇൻകം. ഇവിടെ പറയുന്നത് ഡെബിറ്റ് റെസീപ്റ്റ് ക്രെഡിറ്റ് പേയ്മെന്റ്. സിമ്പിൾ അല്ലേ? നമുക്കറിയാം ഇവിടെ ഡെബിറ്റ് സൈഡ് നമുക്ക് ഒരു അക്കൗണ്ടിന് 2 സൈഡ് ഉണ്ട്. ഈ 2 സൈഡിൽ ഡെബിറ്റ് സൈഡും ഉണ്ട്, അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡും ഉണ്ട്. ഇത് നമ്മൾ ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യുന്നത് എല്ലാ എക്സ്പെൻഡിച്ചർ ആണ്, എല്ലാ എക്സ്പെൻസുകളെയാണ് നമ്മൾ ഈ ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യുന്നത്. എന്നാൽ നേരെ മറിച്ച് ക്രെഡിറ്റ് സൈഡ് ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഇൻകം ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. എന്നാൽ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലാണെങ്കിൽ ഡെബിറ്റ് സൈഡ് റെക്കോർഡ് ചെയ്യുന്നത് റെസീപ്റ്റുകളാണ്, അവിടെയുള്ള വരവുകളാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. നേരെ മറിച്ച് ക്രെഡിറ്റ് സൈഡ് ആണെന്നുണ്ടെങ്കിൽ പേയ്മെന്റുകളാണ്, നമ്മൾ എന്തെല്ലാം എക്സ്പെൻസുകൾ എന്തെല്ലാം ചിലവാക്കുന്നു ഇതാണ് നമ്മൾ അവിടെ എഴുതുന്നത്, ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. അടുത്ത ഡിഫറൻസ്, 4ാമത്തെ ഡിഫറൻസ് പറയുന്നത് include depreciation. That is depreciation, that is ഒരു ലോസ് ആണ്. നമ്മുടെ മേജർ ആയിട്ടുള്ള ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ഏതൊരു ബിസിനസ് സ്ഥാപനത്തിന്റെയും മേജർ ആയിട്ടുള്ള ഒരു ലോസ് ആയിട്ട് റൈറ്റ് ഓഫ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എഴുതുമ്പോൾ
അതാത് വർഷത്തെ ഡിപ്രീസിയേഷൻ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യും, ദാറ്റ് ഈസ് ഇൻക്ലൂഡ് ചെയ്യും. എന്നാൽ നേരെ മറിച്ച് ഇവിടെയാണെങ്കിലോ ഡസ് നോട്ട് ഇൻക്ലൂഡ് ഡിപ്രീസിയേഷൻ. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഒരു ഐറ്റം അവിടെ എടുക്കത്തേ ഇല്ല. ദാറ്റ് ഈസ് അവിടെ റെസീപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് മാത്രമേ ഉള്ളൂ. അവിടെ ആന്റിസിപ്പേറ്റഡ് ലോസുകളൊന്നും നമ്മൾ റെക്കോർഡ് ചെയ്യാറില്ല. there is no adjustment. അഡ്ജസ്റ്റ്മെന്റ് ഒരെണ്ണം നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യില്ല. എന്ത് കിട്ടി എന്ത് പോയി ഇത് മാത്രമേ നമ്മൾ അവിടെ റെക്കോർഡ് ചെയ്യാറുള്ളൂ. അഞ്ചാമത്തെ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ വെരി ഇമ്പോർട്ടന്റ് വൺ, ദാറ്റ് ഈസ് നോ ഓപ്പണിംഗ് ബാലൻസ്. നമ്മളൊരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓപ്പണിംഗ് ബാലൻസ് വെച്ചോ അല്ലെങ്കിൽ എൻഡ് ചെയ്യുന്നത് ക്ലോസിംഗ് ബാലൻസ് വെച്ചോ അല്ല. എന്നാൽ നേരെ മറിച്ച് നമ്മളുടെ റിസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് നോക്കുമ്പോൾ സ്റ്റാർട്ട് വിത്ത് ഓപ്പണിംഗ് ബാലൻസ്. മീൻസ് റൺ ചെയ്യുന്ന ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ, പുതിയതായിട്ട് തുടങ്ങുന്ന ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ക്യാപിറ്റൽ ബിഗിനിങ്ങിൽ ഉണ്ടാവും. എന്നാൽ നേരെ മറിച്ച് റൺ ചെയ്യുന്ന ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് വിത്ത് ഓപ്പണിംഗ് ബാലൻസ് ആയിരിക്കും. ദാറ്റ് ഈസ് റിസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓപ്പണിംഗ് ബാലൻസിലൂടെ ആയിരിക്കും. The last difference, it's a very important difference ആണ് surplus or deficit. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ക്യാഷ് ഇൻ ഹാൻഡ് ഓർ ക്യാഷ് ഇൻ ബാങ്ക്. എന്താണ് സർപ്ലസ് ഓർ ഡെഫിസിറ്റ്? നമ്മൾ ഇവിടെ രണ്ട് സൈഡ് ഉണ്ട്, ദാറ്റ് ഈസ് ഒന്ന് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും, ഇല്ലാന്നുണ്ടെങ്കിൽ ഇൻകം സൈഡും എക്സ്പെൻഡിച്ചർ സൈഡും. ഇങ്ങനെ ഇവ തമ്മിൽ റെക്കോർഡ് ചെയ്തിട്ട് എൻഡിൽ ബാലൻസ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ഒന്നെങ്കിൽ സർപ്ലസ് ആയിരിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ ഡെഫിസിറ്റ് ആയിരിക്കും. എപ്പോഴാണ് സർപ്ലസ് കിട്ടുക അല്ലെങ്കിൽ എപ്പോഴാണ് ഡെഫിസിറ്റ് കിട്ടുക? ദാറ്റ് ഈസ് ഇവിടുത്തെ ഐറ്റങ്ങളുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചർ കുറവും ഇൻകം കൂടുതലാണെങ്കിൽ സർപ്ലസ് ആണ് ഇതിന്റെ ഡിഫറൻസ്. ദാറ്റ് ഈസ് എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ. ഇത് നേരെ തിരിച്ചാണെന്നുണ്ടെങ്കിൽ ഡെഫിസിറ്റ് ആണ്. ദാറ്റ് ഈസ് ഇൻകം കുറവും എക്സ്പെൻഡിച്ചർ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഡെഫിസിറ്റ് ആയിരിക്കും. ഇതുപോലെ തന്നെ നമ്മൾ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് കിട്ടുന്നത് ഒന്നുകിൽ ക്യാഷ് ഇൻ ഹാൻഡ് അല്ലെങ്കിൽ ക്യാഷ് അറ്റ് ബാങ്ക് ആയിരിക്കും. ദാറ്റ് ഈസ് നമ്മൾ ബാലൻസ് ചെയ്ത് കിട്ടുന്ന ബാലൻസ് ഫിഗറിനെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ക്യാഷ് ഇൻ ഹാൻഡോ അല്ലെങ്കിൽ ക്യാഷ് അറ്റ് ബാങ്കോ ആയിരിക്കും. ദാറ്റ് ഈസ് ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യും. ഇങ്ങനെ ഏകദേശം നമുക്ക് ഇവിടെ 6 പോയിന്റ് ആണ് ഞാൻ ഡിസ്കസ്. ഇതുപോലെ ഒരുപാട് പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന, നിങ്ങൾക്ക് അതിൽ നിന്ന് എടുക്കാവുന്ന ഡിഫറൻസുകൾ നമുക്ക് ഇതുപോലെ റെക്കോർഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ബേസിക് ആയിട്ട് ഒരു 6 ഡിഫറൻസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ്സ് ഓൺലി ഫോർ പരീക്ഷ വ്യൂ പോയിന്റ് മാത്രമാണ് ഞാൻ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.